ഗൈസ് ഒന്നും കഴിച്ചിട്ടില്ല, മുഴുപ്പട്ടണിയാണ്. ശരിക്കും ഇവർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന വരെ നമുക്ക് തോന്നാണ്. കൊറലെഹോന്റെ സെന്ററിലാണ് നിൽക്കുന്നത്. 150ഓളം ബീച്ചുകളുണ്ട്. ഫുഡാണ് ഏറ്റവും കൂടുതൽ ചെലവ്. അപ്പൊ ഫുഡിന്റെ ഇത് ലാഭിക്കാൻ വേണ്ടിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഇത്. ആഗോ അടബാഗിലാണ്, പക്ഷെ നമ്മൾ കുറച്ച് വൈകി പോയി. 5:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. കേട്ടാണ് ചോട്ടാൻ പറ്റുള്ള. ദാഹിക്കുന്നു, വിശക്കുന്നു. ഞാൻ എൻ്റെ സൈക്കിൾ എടുത്തു, ഞാൻ ഇച്ചാൻ്റെ സൈക്കിൾ എടുത്തു. നമ്മൾ വിചാരിക്കും ഇപ്പം എടുത്തുന്ന്, പക്ഷെ ഇപ്പം എത്തൂല. പട്ടീനെ പോലെ കിടന്ന് കഥയ്ക്കുവാ. അവിടെയാണ് പോകാൻ ഉദ്ദേശിച്ചത്. ചെറുതായിട്ടൊന്ന് തെറ്റി, കുറച്ച് ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി. ഇവിടെ ഭയങ്കര വെയിലാണ്. സംഭവിച്ച ഭാഗത്ത് നമ്മളെത്തി ഗൈസ്. ഒടുക്കത്തെ കാറ്റ്. ഗൈസ് ഒന്നും കഴിച്ചിട്ടില്ല, മുഴുപ്പട്ടണിയാണ്. ഭയങ്കരമായിട്ട് വിശക്കണു. അപ്പൊ നമ്മള് അവിടെ അടുത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ പോവാന്ന് വിചാരിച്ചു. ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അടുത്ത് തന്നെ ഒരു KFC ഉണ്ട്. അവിടേക്കുള്ള പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അടുത്ത് തന്നെയാണെങ്കിലും ഇനിയും നമ്മൾ കുറച്ച് ഊടുവഴിക്കൂടെയൊക്കെ സൈക്കിൾ ചവിട്ടിയാൽ മാത്രമാണ് അവിടേക്ക് എത്തുള്ളൂ. അത്രയും റിസ്ക് എനിക്കെടുക്കാൻ വയ്യാത്തതിന്റെ പേരിൽ കൊറലെഹോസ് സെന്ററിലേക്ക് എത്താമെന്ന് തീരുമാനിച്ചു. ഇനി ഇവിടുന്ന് 50 മിനിറ്റ് സൈക്കിൾ ചവിട്ടാനുള്ളതുണ്ട്. ഇന്നത്തെ ദിവസം പോപ്കോൺ ബീച്ച് മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് ഇവിടുത്തെ മൗണ്ടൻസ് മാത്രമേ ഉള്ളൂ. മൗണ്ടൻസിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. അക്ടീവ സ്ഫോടനം നടന്ന മൗണ്ടൻസ് ആണ്. അവിടേക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ച് പാടാണ്. ഞാനിവിടെ കൊറലെഹോസിൽ എത്തിയ സമയത്ത് തന്നെ അത് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എത്തിപ്പെടാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തമായിട്ട് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കണം. സൈക്കിൾ ഇന്നുകൂടി നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമ്മുടെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. സൈക്കിളിന് ചവിട്ടി പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഗിയറുള്ള സൈക്കിൾ ആയതുകൊണ്ട് പേരിൽ അധികം ആഞ്ഞ് ചവിട്ടണ്ട, എല്ലാ പ്രയോഗങ്ങളൊന്നും നടത്തണ്ട. നമ്മൾ ഗിയർ മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഗിയറുള്ള സൈക്കിൾ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ യന്ത്രങ്ങളുടെ പ്രവർത്തനം എനിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ അത് മനസ്സിലാക്കി വന്നപ്പോഴേക്കും സൈക്കിൾ കൊടുക്കാറായുള്ള സമയമായി പോയി. അങ്ങനെ നീണ്ട സൈക്കിൾ ചവിട്ടിന് ശേഷം നമ്മൾ കൊറലെഹോസിന്റെ സെന്ററിലെത്തി. ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഫുഡ് മേടിക്കാൻ പോവാം. ഇവിടെ കൊറലെഹോല് ഏറ്റവും ഒരു പ്രതിമയാണ് ഈ ഒരു ലേഡിയുടെ. ഒരു മാതാവ് കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കിടക്കാണ്. ബിക്കോസ് അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു മാജിക് എഫക്റ്റ് വന്നു. കാരണം നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് കയ്യിൽ കിടന്നിട്ട് നേരെ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും ഇവർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന വരെ നമുക്ക് തോന്നാണ്. വാവ്, അമ്മ അടുത്തേക്ക് വന്നൊരു എന്താ പറയുക, അമ്മയുടെ ഒരു പ്രതിബിംബം നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ താരാട്ട് പാടുന്ന പോലെ. വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രതിമയാണ് നമ്മൾ ഈ കണ്ടത്. കൊറലെഹോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഗൂഗിളിൽ കാണുന്ന ഒരു പ്രതിമയാണ്. യെസ്, മാമ ആൻഡ് യു. യാ, അമ്മയും നിങ്ങളും. ഇതൊരു വലിയ പാർക്കാണ്. ഈ പാർക്ക് ഇവിടെ മൊത്തം പാർക്കാണ്. നമ്മൾ നിൽക്കുന്നത് അത്യാവശ്യം സെന്ററാണ്. കൊറലെഹോന്റെ സെന്ററിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ പോപ്കോണിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്കോണിന്റെ ബീച്ചാണ്. പിന്നെ ഫുള്ള് ബീച്ചാണ്. ഇവിടെ 150ഓളം ബീച്ചുകളുണ്ട്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ടു അമേസിങ്. ഓരോ ബീച്ചുകളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് പകർന്നു തരുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഹോസ്റ്റൽസ് ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ച് വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഷെർഫ്, ഫ്രീ ഷെർഫ്, പിന്നെ അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ടൂറിസ്റ്റേഴ്സിന് മാത്രമായിട്ടുള്ളതാണ്. ടൂറിസ്റ്റേഴ്സിൻ്റെ ഒരു വരുമാനം കൊണ്ട് ആണ് ഇവർ ജീവിക്കുന്നത് തന്നെ. യെസ്, ദിസ് വൺ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോപ്പ്. ഇത് മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ബസ് സ്റ്റോപ്പ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള ബസ് സ്റ്റോപ്പുകളെ അപേക്ഷിച്ച്. ദെൻ മുനിസിപ്പാലിറ്റി, ഫാർമസി, പിന്നെ ഒരുപാട് എന്താ പറയുക, പാർക്കുകൾ, ബീച്ചുകൾ, പിന്നെ എന്താ പറയുക, ഫുഡ് ഐറ്റംസൊക്കെ, മാർക്കറ്റുകൾ, പിന്നെ ചൈനക്കടകളാണ്, മാഗ്നറ്റ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, പിന്നെ റെന്റിന് കാറ് കൊടുക്കുന്നത്, എല്ലാം ഈ ഗ്രൗണ്ടിൽ തന്നെയാണുള്ളത്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം അവിടുത്തെ എന്താ ഫുഡാണ് ഏറ്റവും കൂടുതൽ ചെലവ്. അപ്പൊ ഫുഡിന്റെ ഇത് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു മാർഗമാണിത്. കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇനി നമുക്ക് അഗ്നിപർവ്വത സ്ഫോടനം നടന്ന പ്ലേസിലേക്ക് പോവാം. അതിക്ക് മുമ്പായിട്ട് ഞങ്ങൾ സൈക്കിൾ ചവിട്ടി വന്നപ്പോൾ കണ്ടൊരു സംഭവം കേട്ടോ. ഹലോ ഗൈസ്, നമ്മള് കുറേ നേരം സൈക്കിൾ ചവിട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത്
ഭാഗം അടബാഗിലാണ്. പക്ഷെ നമ്മൾ കുറച്ച് വൈകി പോയി, 5:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് കനാരീസിലെ വാട്ടർ പാർക്ക്. ആൻഡ് നമുക്കിനി പോകേണ്ടത് ആ ഒരു മലയുടെ മുകളിലാണ്. ഇതാണ് ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന മല. അപ്പം നമുക്ക് പോയാലോ? ഇതെനിക്ക് ഡിസ്റ്റൻസ് ഇച്ചിരി കറക്ഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് വെച്ച് ശ്രദ്ധിക്കണം. അമ്മേ ഗൈസ്, നമ്മൾ പോകുന്നത് അഗ്നിപർവ്വത സ്ഫോടനം നടന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഈ ഒരു പ്രദേശത്ത് മൊത്തം 2 വശവും ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ വെച്ച്, പന പോലത്തെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ബിൽഡിങ്സ് ഉണ്ട്. പക്ഷെ മറ്റൊരു സ്ഥലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തരിശു ഭൂമി വില കിടക്കുക. തരിശു ഭൂമി എന്ന് വെച്ചാൽ തരിശു ഭൂമി. ക്യാരിയറുള്ള സൈക്കിള് ഞാൻ എടുത്തത് നഷ്ടമായില്ല. ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റി. ഈ പ്രദേശം നിങ്ങൾ കണ്ടോ? എനിക്ക് ചില സമയങ്ങളിൽ ഗൾഫ് നാടിനോട് സാമ്യമുള്ളതായിട്ട് തോന്നും. സത്യത്തിൽ ഞാൻ ഗൾഫ് നാട്ടിലൊന്നും പോയിട്ടില്ല. വേറെ പല ബ്ലോഗുകളും കാണുമ്പോൾ ഗൾഫ് നാടിനോട് വളരെ സാമ്യമുള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ട്. ഒരു പ്രദേശം തരിശുഭൂമിയാണെങ്കിൽ മറ്റൊരു പ്രദേശത്ത് നിറച്ച് ബിൽഡിങ്ങുകൾ, കൂടാത്തതിന് പന. ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പനമരങ്ങൾ കാണുന്നത്. ഭൂപ്രകൃതിയുടെ കാര്യത്തിലും വ്യത്യസ്തത. പറ്റില്ല ലോഡാണ്, പുറകലത്തെ ലോഡാണ് സഹിക്കാൻ പറ്റത്ത്. ഗാർഡൻ സെന്റർ പൊക്ക ഈ ഫോർത്തവന്തൂര എന്ന് പറയുന്ന സ്ഥലത്തിലെ ഈ കൊറേലേഹമില്ലേ, അതിന്റെ പേര് മാറ്റാൻ പറ്റുമെങ്കിലേ ചൈന എന്നൊക്കെ ഫുള്ള് ചൈനക്കടി ഇടുക. ചൈനക്ക് എന്ത് മാത്രം ശക്തി സ്പെയിനിലുണ്ടെന്ന് നോക്കിയേ. ഈ കാറ്റ് കാരണം പോകാൻ പറ്റുന്നത്. അതറിയാമോ? സ്ട്രോങ് ആയിട്ടുള്ള ആരെയും കണ്ടിട്ടില്ല. വല്ല മണ്ണിടിച്ചിൽ വന്ന ഭാഗത്തേക്കായിരിക്കും എന്നെ കൊണ്ടോണത്. ഭയങ്കര കേറ്റാണ്. ചോട്ടാൻ പറ്റില്ല. ഇല്ല lo vi mucho viento, entonces sí. ഈ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ ഞാൻ കൊണ്ടുവന്ന് കയറ്റി. സൈക്കിൾ ചവിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ ഓപ്പോസിറ്റ് കാറ്റ് വരുന്നുണ്ട്. നല്ല രീതിയിൽ കാറ്റ് വരുന്നതിന്റെ പേരിൽ നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല. നമുക്കെതിരെയാണ് കാറ്റ് വരുന്നത്. ഈ കാറ്റിന്റെ ദിശ എതിരായതിന്റെ പേരിൽ നമ്മൾ എത്രത്തോളം ഫോഴ്സിൽ ചവിട്ടുന്നോ അത്രത്തോളം നമ്മളെ പിന്നോട്ട് വലിക്കുകയാണ്. ചില സമയങ്ങളിൽ ഹാൻഡിലെ ബാലൻസും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ തെറ്റിപ്പോയിട്ടാണ് ആ കാറിൽ ചെന്ന് കയറ്റിയത്. പുള്ളി ഉറങ്ങായിരുന്നു. ഞാനും പേടിച്ചുപോയി, പുള്ളിയും പേടിച്ചുപോയി. കാരണം ഞാനും പ്രതീക്ഷിച്ചില്ല ഈ കാറ്റ് ഈ ദിശയിൽ സഞ്ചരിക്കുമെന്ന്. വേറെ വണ്ടികൾ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണോട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവരോട് നന്ദിയും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇനിയും കുറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് തോന്നുന്നു. 6 മിനിറ്റിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് ആയി. പോകുന്നോറും വഴി കൂടി വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരു യാത്ര. ഫേരി വഴി അഗ്നിപർവ്വതം കാണാനായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുമെന്ന് ഫസ്റ്റ് ഡേ ഞങ്ങളോട് ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു. എലേന എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ പരിചയപ്പെട്ടതാണ്. പുള്ളിക്കാരി ഫേരി വഴിയാണ് പോയി കണ്ടത്. ഞങ്ങൾ എന്തായാലും ഒരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ച് സൈക്കിൾ എടുത്തു. ഇപ്പൊ തോന്നാ ഫേരി ചൂസ് ചെയ്താൽ മതിയായിരുന്നു എന്ന്. സൈക്കിൾ ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാറ്റിനെ നമ്മൾ പ്രതിരോധിക്കുന്നത്. കാറ്റ് നമ്മളെ പ്രതിരോധിച്ച് വല്ല ആക്സിഡന്റും ആക്കി കളയും. ഇവിടെ വേണമെങ്കിൽ താമസിക്കാൻ പറ്റും.
വെറുതെ ഒരു ബിൽഡിങ് തുറന്നിട്ടേക്കാണ്. ഇച്ഛനാണ് വഴികാട്ടി. ഗൂഗിൾ മാപ്പ് നോക്കി കുറെ വഴികൾ തെറ്റായിട്ട് കാട്ടി തന്നു. വീണ്ടും പുതിയ വഴി കണ്ടുപിടിക്കും. അങ്ങനെ ദേ ഇത്രയും സമയം എത്തി. ഈ തരിശുഭൂമിയുടെ ഓപ്പോസിറ്റ് കടലാണ്. ഒക്കത്താ ദൂരത്ത് കടല് വിധാനിച്ചു കിടക്കുന്നു. കാറുള്ളവർക്ക് മാത്രമാണ് ഇവിടെ താമസിക്കാനായിട്ട് പറ്റുള്ളൂ. മരങ്ങളൊന്നുമില്ല. പക്ഷെ എന്ത് കാറ്റാന്നറിയാമോ? പിന്നെയാണ് മനസ്സിലായത് കടലിൽ നിന്നുള്ള കാറ്റാണ് ഇങ്ങോട്ട് അടിക്കണേന്ന്. വെയിലെന്ന് പറഞ്ഞാൽ ഇരട്ടി വെയിലാണ്. നമ്മൾ ഈ കാണുന്ന പോലെയൊന്നും അല്ല. അനുഭവിച്ച് തന്നെ അറിയണം വെയിലിന്റെ തീവ്രത. സൂര്യൻ അങ്ങോട്ട് ഉച്ചയിൽ കത്തി നിൽക്കാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കരിയിച്ച് ഭസ്മാക്കി കളയാൻ നിൽക്കുന്ന പോലത്തെ സൂര്യൻ. സൂര്യൻ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ തന്നെ തോന്നും. അത്രയ്ക്ക് ചൂടും ഒരു രക്ഷയില്ല. ചവിട്ടി നമ്മൾ എത്താറായി. ഈ സൈക്കിൾ കൊണ്ട് എന്റെ ശരീരം മൊത്തം പൊള്ളി തവിടോടി. സൂര്യാഘാതം അത് തന്നെ. ചെറിയ പുൽനാമ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. തരിശു ഭൂമിയാണ്. ഒട്ടും വെള്ളം കിട്ടാത്ത ഭൂമിയിലും ഇത് വളരുന്നുണ്ട്. ഇത് വിണ്ട് കയറി കിടക്കുന്നു അല്ലേ? ഇവിടുത്തെ മണലൊക്കെ വിണ്ട് കയറി കിടക്കുന്നു. അത്രയും വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ്. ആ നമുക്കിനി ആ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ ഒരു 5 minutes എങ്കിലും നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇതിൽ കൂടെ ഒന്നും സൈക്കിൾ ചവിട്ടി പോകാനായിട്ട് ഇൻക്രെഡിബിൾ ആണ്. പക്ഷെ നമ്മൾ ആണോ? നമുക്ക് കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചാൽ മാത്രം മതി. ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ചധികം മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ വീണ്ടും സൈക്കിൾ ചവിട്ടുന്നത്. ഇവിടുത്തെ കോർത്ത് നിൽക്കുന്ന കല്ലുകളും ചരലുകളൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് പേടി തോന്നി. സൈക്കിളിന്റെ ടയറെങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഒന്നാമത് ഈ കത്തണ വെയിലത്തും ചൂട് കാറ്റിലും നമുക്ക് പോലും നടക്കാൻ പറ്റണില്ല. ഇനി സൈക്കിൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിളും കൂടി ചുവന്ന് നടക്കേണ്ടി വരും എന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്കുള്ളത്. പിന്നെയാണ് മനസ്സിലായത് ഈ സൈക്കിളിന്റെ ടയർ ഇവിടെ തന്നെ ഉപയോഗിക്കുന്ന സൈക്കിളിന്റെ ടയറാണെന്ന്. ഒരു ഇല്യൂഷൻ സംഭവിച്ച പോലത്തെ അവസ്ഥയായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. നമ്മൾ എത്താൻ പോകണമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ മല തൊട്ടടുത്തായിട്ട് തോന്നും. പക്ഷെ അവിടെ എത്തുമ്പോഴായിരിക്കും വഴി തെറ്റിയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വീണ്ടും തിരിച്ചു വരും. സൈക്കിൾ ചവിട്ടാൻ പറ്റാതെ ഉന്തി നടക്കാണ് ഞങ്ങൾ രണ്ടുപേരും. കാരണം ഓപ്പോസിറ്റ് കാറ്റ് വരുന്നുണ്ടേ. കാറ്റിന്റെ തീവ്രത അതിശക്തമാണ്. ശക്തമായിട്ടുള്ള കാറ്റില് എങ്ങാനും നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മുട്ടും പൊട്ടി തവിട് പൊടിയാവും. കുറച്ചു നേരം ഉന്തും കുറച്ചു നേരം ചവിട്ടും, കുറച്ചു നേരം ഉന്തും കുറച്ചു നേരം ചവിട്ടും. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിപാടി. സത്യത്തിൽ അണയ്ക്ക് മാത്രമല്ല ജലാംശം ശരീരത്തിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെട്ട പോലെ തന്നെ തോന്നി. ചരലുകളുണ്ട് ഗൈസ്. ചരലിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഏറ്റവും എളുപ്പമുള്ള വഴി ഏത് നോക്കിയിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. ഞാൻ ആ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം നമ്മൾ കർണ സ്ക്വയർ പ്ലസ് പാദ സ്ക്വയർ ഇസിക്കൽ ടു ലംബം സ്ക്വയർ ആണല്ലോ. ഇവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ചില ആളുകൾ അക്കൗണ്ടിങ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ നമ്മൾ അത്യാവശ്യം എത്താറായി. ദാഹിക്കുന്നു, വിശക്കുന്നു എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ട്. സോ ഇവിടെ ഇനി വന്നിട്ട് നമ്മൾ കാണാത്തത് വോൾക്കാനിക്കിൻ്റെ മല മാത്രമേ ഉള്ളൂ. അപ്പം അതും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെല്ലാം കവർ ചെയ്തു. ദെൻ നൈറ്റ് ലൈഫ് മാത്രം ഇനി എൻജോയ് ചെയ്താൽ മതി. സോ ഈ ചാൻ എൻ്റെ സൈക്കിൾ എടുത്തു, ഞാൻ ഈ ചാൻ്റെ സൈക്കിൾ എടുത്തു. എൻ്റെ സൈക്കിൾ കുറച്ച് കനം കൂടുതലാണ്, ഓടിക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. ഭയങ്കര ഷെയ്ക്കിങ് ഉണ്ടാവും ഗൈസ്. കാരണം നമ്മൾ അത്രയും ഷെയ്ക്കിങ് ഉള്ള സ്ഥലത്ത് കൂടെയാണ് വരുന്നത്. സ്റ്റെബിലൈസേഷൻ ചെയ്യാവുന്നതിന് പരമാവധി നമുക്ക് നമ്മൾ വിചാരിക്കും ഇപ്പം എത്തുന്നു, പക്ഷെ ഇപ്പം എത്തൂല. അത്രയും ദൂരത്തിലാണ് ആ മല. ഇവിടെ കണ്ണട വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വല്ല ഇതിനെ അതിജീവിക്കാൻ പറ്റിയത്. യെസ്, നമ്മൾ എത്തിക്കഴിഞ്ഞു. പട്ടീനെ പോലെ കിടന്ന് കഥയ്ക്കുവാ ഞാൻ. നമ്മുടെ വഴിയിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് ദുർഘടകം പിടിച്ച വഴി കൂടെയാണ് നടക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതാണെന്നാണ് പറയണത്.
സ്വർഗത്തിന് വോൾക്കാനിക് എറക്ഷൻ സംഭവിച്ച പ്രദേശത്തിനെ ഉദ്ദേശിച്ചായിരിക്കും ഈ പറയുന്നത്. ആ വഴിയുണ്ട്, എനിക്ക് ഞാൻ വഴി ഒപ്പിക്കും. വീടായിരുന്നു തോന്നുന്നു. ഇത് സൈക്കിൾ ഇവിടെ വെച്ചാലോ? സൈക്കിള് ഇവിടെ വെച്ചാലോ? ആരും എടുക്കൂല. സൈക്കിൾ ഇവിടെ വെച്ചാലോ? അതെന്താ പോയിട്ട് നമ്മൾ അവിടെയാണ് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചെറുതായിട്ടൊന്ന് തെറ്റി, കുറച്ച് ഫാക്ടറിയുടെ ഉള്ളിലോട്ടായി പോയി. ഇനി നമ്മൾ വന്ന വഴി വീണ്ടും നടക്കേണ്ടി വരും. അപ്പൊ നമുക്ക് വീണ്ടും നടക്കാം. ഇത്രയും വന്ന വഴി വീണ്ടും നടക്കാം. നമ്മള് ഇവിടെ എത്തി, അടുത്ത് വരെ എത്തി. ഇനി നമുക്ക് അടുത്താന്ന് തോന്നുമെങ്കിലും കുറച്ചും കൂടി ദൂരം നടക്കാനുണ്ട്. എതിരെയാണ് നമ്മൾ നടക്കുന്ന സമയത്ത്, നമുക്ക് എതിരായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് നഷ്ടവും സഹിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. കുറച്ച് ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി, എങ്കിലും നമ്മളെ സ്പോട്ടിൽ നമ്മളെത്തി. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി ഗൈസ്, ഇവിടെ ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റുക. നമ്മൾ കുറച്ച് സ്ഥലത്തുണ്ട്. അപ്പൊ നമ്മള് അത്യാവശ്യം സൺസ്ക്രീനൊക്കെ തേച്ചു. നമുക്കിനി പോവാം. അങ്ങനെ നമ്മള് വോൾക്കാനിക്കിന്റെ അടുത്തെത്തി. വോൾക്കാനിക് എറക്ഷൻ സംഭവിച്ച ഭാഗത്ത് നമ്മൾ എത്തി ഗൈസ്. ഓ മൈ ഗോഡ്, ഒടുക്കത്തെ കാറ്റ്. നമ്മുടെ ഒരുപാട് മണിക്കൂറുകളുടെ പ്രയത്നത്തിന് ശേഷം നമ്മൾ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന ഗർത്തത്തിന്റെ ഉള്ളിലേക്ക് എത്തി. 1730-നും 1736-നും ഇടയിലാണ് ഈ ഒരു സ്ഫോടനം നടന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. കാരണം അത്രയും ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സൈക്കിൾ കൊണ്ട് പോയിട്ട് പോലും നമുക്ക് ചവിട്ടി കയറാൻ പറ്റിയില്ല. ഞങ്ങൾ നോക്കിയപ്പോ ജീപ്പ് മാത്രമാണ് ഇതിന്റെ മുകളിലോട്ട് കയറുന്നത്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഒരു കൊടുമുടിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു വൈകുന്നേരം 7 മണിയായി കഴിഞ്ഞായിരുന്നു. ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് നടക്കാനായിട്ട് പറ്റും. പക്ഷെ കാറ്റുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റ് നമ്മളെ തള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവൻ പോലും കിട്ടില്ല. ഇങ്ങനെ കാണുമ്പോൾ അധികം ഉയരമില്ലെന്ന് തോന്നിക്കെങ്കിലും നമ്മൾ എത്ര അടി ഉയരത്തിന്റെ മുകളിലാണ് നിൽക്കണേന്ന് അറിയാമോ? ഇതൊരു ഗർത്തം പോലെയാണ് ഫോം ചെയ്തേക്കുന്നത്. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ റിസ്ക് എടുത്തിട്ട് ഇത്രയും വലിയ സംഭവത്തിന്റെ മുകളിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നും. ആ മതിപ്പ് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ഞാൻ ഈ സംഭവത്തിന് വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ ഒരുപാട് കാറ്റുള്ളതിന്റെ പേരിൽ എന്റെ വോയിസ് എല്ലാം ബ്രേക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നടന്നിട്ട് ഇനി ഇതിന്റെ ചുറ്റിനും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഗർത്തം. ഈ ഒരു ഗർത്തത്തിന്റെ മുകളിലേക്ക് ഞങ്ങൾ വരാൻ പെട്ട പാട് ഇമ്മിണിയൊന്നും അല്ല. ടൂറിസ്റ്റുകാർ ഒട്ടനവധി പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അവർ മിക്കവരും ജീപ്പ് കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരാണ്. എത്ര അടിയാണോ നമ്മൾ മുകളിലോട്ട് കയറിയേക്കണത് അത്ര അടി തന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങേണ്ടി. ഇറക്കായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് ഞങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചു. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ.